ജുവൽ മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കറാണ്, നടിയാണ്, സീരിയൽ നടിയാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ 2002 ഒരു തൊണ്ടയിലൊരു ചെറിയൊരു ക്യാൻസർ വന്നു. തൈറോയ്ഡ് രൂപത്തിൽ വന്ന് അതൊരു ചെറിയ സർജറി ചെയ്ത് അതെല്ലാം മാറി. ഇപ്പോൾ ആൾ ഫുൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തന്നെയല്ല, ഇതിനായിട്ട് വലിച്ച് കീറുക ചെയ്യുന്നത്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും. ഇത് 2002 നടന്ന് അതിൻ്റെ രോഗം മാറി അത് സുഖമായിട്ട് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ജുവൽ മേരിനെ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിൽ, അതേ എൻ്റെ അടിയന്തരം കൂടാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പങ്കപ്പാട്, ശബ്ദം പോയി, കൈ തളർന്നു പോയി, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ ഒരു ചുക്കും ചുണ്ണാമ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയൊരു 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഇത് ഇന്നലെ നടന്നതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങോട്ട് ഒരാളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നാലെ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് കയറി ഇടുതന്നെയായി. ഒരു 4 ആൾ ഓടുന്നുണ്ട് കഴിഞ്ഞാൽ എന്തിനാ ഓടണമെന്ന് അറിയാണ്ട് പിന്നാലെ ആ 4 ആൾ പോയിട്ട് 100 ആളാവും അവസാനം ചെല്ലുമ്പോൾ. ചിലപ്പോൾ അവൻ വേറെ എന്തെങ്കിലും അവൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ഓടിപ്പോയതാവും, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പോയതാവും. അപ്പോൾ ഈ 99 ആൾ മണ്ടന്മാരായ അതേപോലെ തന്നെ ഇപ്പോൾ ഈ അംഗം. അത് ജുവൽ മേരി വളരെ സങ്കടത്തിലാണ് പറഞ്ഞുകൊണ്ടത്. എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഒരു ചെറിയൊരു ക്യാൻസർ വന്നു, അത് അപ്പം തന്നെ ഒരു സർജറിയോടെ മാറുകയും ചെയ്തു. അതിനിപ്പം ഞാൻ രോഗിയായി കിടക്കുന്നത്, ഞാൻ ആകെ എൻ്റെ അടിയന്തരം കൂടാണ്ട് ഇവർക്കൊന്നും ഒരു സമാധാനം ഇല്ലെന്നായി ചോദിക്കുന്നത്. സത്യമല്ലേ? എന്നാൽ ജുവൽ മേരിനെ കുറിച്ചുള്ള വാർത്ത വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് ഞാൻ പറയാം. അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അത്ര തന്നെ. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അവരൊക്കെ എപ്പോഴും ലൈവിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ കാണാണ്ടാവുമ്പോൾ നമ്മൾ ആരും അന്വേഷിക്കാറില്ല, അവരവിടെ പോയി ചാൻസ് ഇല്ലാണ്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുക. അതുപോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കാര്യം നമ്മളിന്ന് പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവതാരികയായിട്ട്, TV ഷോയിലെ ആങ്കറായിട്ട്, അതുപോലെ സിനിമയിലെ അഭിനയമായിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറ സാന്നിധ്യമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു നടി ഉണ്ടായിരുന്നു നമുക്ക്, ജുവൽ എന്ന് പറയുന്നുള്ള ആ നടി പെട്ടെന്നൊരു ദിവസം നമ്മൾ കാണാനില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഷോയിൽ നമ്മൾ ഒരു ആങ്കറെ കണ്ടു കഴിഞ്ഞാൽ ആങ്കർ പിന്നെ കണ്ടില്ലെങ്കിൽ അപ്പോൾ അവർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് കൊടുക്കുന്നുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. പക്ഷേ ആ നടി എവിടെ പോയി, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. പലരും ഇതുപോലെ തന്നെ പെട്ടെന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ വരാറുണ്ട്, പിന്നെ അവരെക്കുറിച്ചൊന്നും അറിയാറില്ല. അപ്പോൾ ഇതെന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അതിന് കാരണം എന്താണ്? ക്യാൻസർ. ആ നടിക്ക് ക്യാൻസറാണ്. പെട്ടെന്ന് ഈ ക്യാൻസർ വന്നപ്പോൾ ആ നടി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടും പറഞ്ഞില്ല. അത് സ്വയമായി ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് സിനിമാ ലോകത്തുനിന്ന് പിൻവാങ്ങി. 2023 മുന്നറിയിപ്പുകളൊന്നും ഇല്ലാണ്ട് ക്യാൻസർ വന്നത്. അതിപ്പോൾ നമ്മൾ ഒരു ക്യാൻസർ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പ് തരാറുണ്ട് നമുക്ക്, ശരീരമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും. ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ടാണ് ക്യാൻസറെ തേടി വന്നത്. പക്ഷേ ശരീരം നോക്കുന്ന ഒരു നടിയായിരുന്നു അത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിന് പോവും, അതുപോലെ തന്നെ വ്യായാമം ചെയ്യും, അതുപോലെ തന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യകരമായുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുക. അങ്ങനെയൊക്കെ ശരീരം നോക്കുന്ന ഒരാളാണ് മമ്മൂട്ടീനെ പോലെ. ആ ആൾക്കിത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നടി ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി. പിന്നെ അതുമല്ല, ഒരു കല്യാണം കഴിച്ചു, ആ കല്യാണം വിവാഹം മോചനത്തിൽ നിൽക്കണ്. അപ്പോൾ അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് വേണ്ടി വന്നു വിവാഹമോചനം കിട്ടാനായിട്ട്, ഓരോ നൂലാമാലകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ നടി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമോചനം കിട്ടാതുള്ളൊരു ടെൻഷൻ, വിവാഹം ഒരു ശരിക്കും പറഞ്ഞ ഒരു നരകതുല്യമായുള്ള ഒരു ജീവിതമായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കൂടിയാണ് ടെൻഷൻ കാരണമാണ്, ഉറക്കമില്ലായ്മ, അങ്ങനെയൊക്കെ പ്രശ്നം കാരണമാണ് ഈ രോഗം വരാനാണെന്ന് അതാണ് കണ്ടെത്തിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടി എല്ലാവരെ പോലും പെർഫെക്റ്റാണ്, എല്ലാ നല്ല ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, ജിമ്മിന് പോകണം, ശരീരം നോക്കണം, ഇതൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ ക്യാൻസർ വന്നു, അതാണ് ചിന്തിച്ചത്. അപ്പോൾ എന്താണ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ടെൻഷൻ, അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ടാകുമ്പോഴൊരു ബുദ്ധിമുട്ട്. അങ്ങനെ നിൽക്കണ നേരത്ത് ശബ്ദം പോയോടുകൂടിയിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിക്കൂടി. അങ്ങനെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ മുകളിൽ ട്രീറ്റ്മെൻറ്റും കുറേ ട്രീറ്റ്മെൻറ്റായിട്ട് കുറച്ച് വർഷങ്ങളങ്ങോട്ട് പോയി. ഈ നടീനെ കുറിച്ച് ആരും അന്വേഷിക്കാണ്ടായി. അങ്ങനെ സർജറി കഴിഞ്ഞു. ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആൾ ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന്
ആൾക്ക് ഈ സിനിമാ ഫീൽഡിലേക്കും ആങ്കർ ഫീൽഡിലേക്കും തിരിച്ചു വരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് നടി പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഥക്ക് ഡാൻസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭരതനാട്യം പഠിക്കുന്നുണ്ട്. ഈ കലയിലേക്ക് മാത്രം മനസ്സങ്ങോട്ട് കേന്ദ്രീകരിച്ചാൽ നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മൾ മറക്കും. രോഗം പിന്നെ നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ക്യാൻസറിനെ പൊരുതിയിട്ടാണ് ഈ നടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഈ തൈറോയ്ഡായിട്ടാണ് തുടങ്ങിയത്. തൈറോയ്ഡ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. തൈറോയ്ഡ് നിസ്സാരക്കാരനല്ല, അതൊരു രോഗമല്ല, അതൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തൈറോയ്ഡ് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് കൂടെ ക്യാൻസർ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ നടിയുടെ നരകതുല്യമായുള്ള ജീവിതമാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് പോകുക. അവസാനം ഇങ്ങനെയുള്ളവർക്ക് ഫീൽഡിലൊക്കെ, സിനിമാ ഫീൽഡിലൊക്കെ വെള്ളി വെളിച്ചത്തിലൊക്കെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നടിമാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ അവരെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളൊന്നും ഒന്നുമല്ല എന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗം വന്നാലും നമ്മൾ ആരും അറിയണമില്ല, ഒന്നുമില്ല. നമ്മളതവിടെ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾക്ക് അവസാനിക്കാറായി, ഇതിനൊക്കെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം എത്തി നമ്മൾ വിചാരിച്ച് മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഇവരതല്ല. ഇവർ ചെറുപ്പമാണ്, അതുപോലെ തന്നെ നല്ലൊരു കഴിവറ്റ ഒരു കലാകാരിയാണ്. അതാണ് നമുക്ക് വിഷമം. ഇത്രേ പറയാനുള്ളൂ.